നാളെ ജൂൺ 6-ന് 4 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഗ്രഹസംക്രമണം അനുകൂലമായി വരുന്ന സമയമാണ്. അതായത് അവരുടെ ജീവിതത്തിൽ പലവിധ ഗുണാനുഭവങ്ങളും സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു ഗ്രഹമാറ്റമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് ബുധനും വ്യാഴവും. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധനെ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും കാരകനാണ് ബുധൻ എന്നാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. വ്യാഴം ഗ്രഹങ്ങളുടെ അധിപനാണ്. ഇതിനുപരി ദേവഗുരു ബൃഹസ്പതിയാണ് വ്യാഴത്തിൻ്റെ കാരകൻ. ഇത്തരത്തിൽ ഏറെ സവിശേഷതകളുള്ള ബുധനും വ്യാഴവും ഒരു രാശിയിൽ സംയോജിക്കാനുള്ള അവസരം രൂപപ്പെട്ടിരിക്കുകയാണ്, അതും നാളെ. മിഥുന രാശിയിലാണ് ഇത്തരത്തിലൊരവസ്ഥ സംജാതമാകുന്നത്. ബുധൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം നിലവിൽ മിഥുനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ബുധനും വ്യാഴവും മിഥുനൻ രാശിയിൽ ഒന്നിച്ച് എത്തുന്നത്. ഇത് ജൂൺ 6-നാണ് വ്യാഴവും ബുധനും മിഥുനം രാശിയിൽ സംക്രമിക്കുന്നതിനുള്ള ആരംഭം കുറിക്കുന്നത്. ഇത് 12 രാശികളിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെങ്കിലും ഇനി പറയാൻ പോകുന്ന 4 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങളാണ് ഇതുവഴി വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഭാഗ്യ ഗുണാനുഭവങ്ങളുടെ തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. അതായത് ജൂൺ 6-ന് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ 4 രാശികൾ ഏതൊക്കെയെന്നും അതിലുൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഇതുമൂലം വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് മഹാദേവനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ മഹാദേവൻ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യത്തെ ഭാഗ്യരാശി മിഥുനമാണ്. മകയിരം, തിരുവാതിര, പുണർദം. മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണം മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപരമായിരിക്കുമെന്നുള്ളതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്താനുള്ളൊരു ഭാഗ്യവും കൂടെ കാണുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കുടുംബ അംഗങ്ങൾക്കൊപ്പം ദീർഘദൂര യാത്രകളും തീർത്ഥാടന യാത്രകളും പോകുന്നതിനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. അത് നിങ്ങളുടെ കുടുംബത്തിലെ യശസ്സ് വർദ്ധിപ്പിക്കുന്നതിനും കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവുകയും ചെയ്യും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ജൂൺ 6 മുതൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും സംഭവിക്കാൻ പോകുന്നു. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ ചുരുക്കി പറയാം. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര. മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണം കന്നി രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജോലിയിൽ തന്നെ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വരെയുള്ള സാധ്യത കാണുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം അത് നിങ്ങളുടെ തൊഴിൽ മൂലം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടി വലഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ളൊരു ഭാഗ്യവും കാണുന്നു. എന്തുകൊണ്ടും നേട്ടമാണ്. ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഈ ജൂൺ 6 മുതൽ, അതായത് നാളെ മുതൽ എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. പുതിയ വീട് വാങ്ങാൻ സാധിക്കും. ചില വീടുകളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ആ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനുള്ള സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് ആ വീട്ടിൽ തന്നെ സന്തോഷകരമായി കുടുംബാംഗങ്ങളൊത്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യവും വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിവാഹം എത്ര ആലോചിച്ചിട്ടും നടക്കാതെ ദോഷഫലങ്ങളും അല്ലെങ്കിൽ വിവാഹം ആ നിശ്ചയം വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയതൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു വിവാഹ ആലോചന, നല്ലൊരു വിവാഹ ബന്ധം നിങ്ങൾക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. എന്തുകൊണ്ടും നേട്ടമാണ്, ഭാഗ്യമാണ്. ജൂൺ 6 മുതൽ കന്നി രാശിയിൽ ജനിച്ചിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങളുടെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. അടുത്തത് ധനുരാശിയാണ്.
മൂലം, പൂരാടം, ഉത്രാടം. മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണം ധനുരാശിക്കാർക്കും ശുഭകരമായി തന്നെ ഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാഗതമായി എന്ന് തന്നെ പറയാം. പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് നിങ്ങളെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറി സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരികയും അതുമൂലം ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല വഴിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഏറെ നാളായി കടം കൊടുത്തിട്ടും ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതി 100% ലഭിക്കില്ല എന്ന് കരുതി കളഞ്ഞിരുന്ന പൈസകളൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യവും കാണുന്നു. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. അതിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാറ്റുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക തുക നിങ്ങൾക്ക് ലോട്ടറിയെ അടിക്കാനുള്ള ഭാഗ്യവും കാണുന്നു. ഭാഗ്യദേവത എപ്പോഴാണ് കടാക്ഷിക്കുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഗ്രഹസ്ഥിതികളും ഗ്രഹസ്ഥാനങ്ങളും അനുകൂലമാണെങ്കിൽ രാശിഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതാണ്. ഏത് കാര്യം ചെയ്യുന്നതിനും ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കുടുംബത്തിൽ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനുള്ള ഭാഗ്യം കാണുന്നു. ആരോഗ്യപരമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഭവിച്ചിരുന്നു, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കാനുള്ളൊരു ഭാഗ്യം ഈ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സംഗമം മൂലം നടക്കുന്നതാണ്. അതും ജൂൺ 6 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതിൽ തീർച്ചയാണ്. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംക്രമണം മകരൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഏറെ നാളായി മാനസികമായി വളരെയധികം സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഏറ്റവും കൂടുതൽ ഇവർ വലഞ്ഞതും മാനസിക ബുദ്ധിമുട്ടിൽ ഏർപ്പെട്ടതും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലായിരുന്നു. അതായത് ദാമ്പത്യ ജീവിതത്തിലും കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിലായിരുന്നു ഇവർ അധികവും വലഞ്ഞത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബജീവിതവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായൊത്ത് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നതാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാൻ സാധിക്കും. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ, അതായത് മകരൻ രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലമാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ദീർഘദൂര യാത്ര നടത്തേണ്ടി വരും. ആ നടത്തുന്ന ദീർഘദൂര യാത്രകളൊക്കെ വലിയ രീതിയിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അതുമൂലം തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യാൻ സാധിക്കും. ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതിവേഗം വളരും. ബിസിനസ്സിൽ ഏറെ നാളായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ രീതിയിൽ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇപ്പോഴത്തെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുത്തി പുതിയ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എന്തുകൊണ്ടും നേട്ടങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പറയാം. ഏറെ നാളായി അവിവാഹിതരായി തുടർന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാൻ പോകുന്നു. പ്രണയബന്ധം അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. 4 രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കും ജൂൺ 6 മുതൽ ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ശിവോഹം.